കേട്ടെ? ദൈവമേ, ചലങ്കര ശബ്ദമാണോ? ചേച്ചി ചേച്ചി, ഓ ഭൂമിയുടെ ഞമ്മളെ തലയിൽ കൂടെ വീണാലും ഇവൾ അറിയത്തില്ലല്ലോ. ഈശ്വര, നല്ല ചലങ്കര ശബ്ദം. പ്രേതം വല്ലതാണോ? കറണ്ട് പോയോ പോവാന്? ചേച്ചി കിടി പോത്തേ, കിടി എണീക്കിടി, എണീക്ക്. എന്തുവാ കിടന്ന് ഓരോന്നേ? ചേച്ചി എണീക്ക് ചേച്ചി. എന്തുവാടി? ചേച്ചി ചേച്ചി, പ്രേതം പ്രേതം പ്രേതം. എണീക്കടി, എടി പ്രേതം, പ്രേതം പ്രേതം. എന്തോ അടി വിളിച്ചാലേ പ്രേതം ഓടിയോടത്ത് ചുമ്മാ ഉറങ്ങാൻ സമ്മതിക്കില്ല. എന്റെ പൊന്നിറങ്ങി, നീ ഒന്ന് എണീച്ച്, നിനക്ക് ശബ്ദമൊന്നും കേൾക്കാൻ പറ്റണില്ലേ? എന്തുവാടി ഉറക്കത്തിൽ പിച്ചുമ്പേ? ഒന്ന് എണീക്ക് പോത്തെ അങ്ങോട്ട്. എന്റെ ദൈവമേ, എടി കേള് കേള്, ശ്രദ്ധിച്ച് കേള്, ചലങ്കര ശബ്ദം കേട്ടാ കേട്ടോ കേട്ടോ? എടി നമ്മളെ വീട്ടിൽ പ്രേതം. വല്ലം പറയണേ. ഇവിടെ നടി വരണേ? എനിക്കെങ്ങനെ അറിയാം? എന്റെ അടുത്ത് പറഞ്ഞിട്ടാ ഇതൊക്കെ പറഞ്ഞേ. ഇനി തെക്കിനിയില് വല്ല പ്രേതമാണാടി. തെക്കിനിയോ? അതെനിക്കെങ്ങനെ അറിയാം? ഈശ്വരാ, ആ നാഗവല്ലി ഇതൊക്കെ ഇങ്ങോട്ട് കയറി വരുന്ന എന്തിനു? അല്ല, നീയല്ലേ രാവിലെ ഡാൻസ് ഒക്കെ ചെയ്ത്? അതുകൊണ്ട് പിന്നെ അമ്മയും കൂടി രാവിലെ ഡാൻസിന്റെ കാര്യമൊക്കെ പറഞ്ഞല്ലോ. ഇനി വല്ല ഡാൻസ് ചെയ്യണ വല്ല പ്രേതമാണെങ്കിലോ? അമ്മേരെ അച്ഛനടുത്ത് പോയി. ആ പ്രേത സൗണ്ട് കേട്ട് ഇങ്ങോട്ട് വന്നാ എന്ത് ചെയ്യും? ഇങ്ങോട്ട് വന്നാ എന്ത് ചെയ്യാ? കഥ പഠിച്ചടാ. അല്ലല്ലേ, ഇനി വാ, നമുക്ക് എന്തായാലും അച്ഛൻ്റെ അടുത്ത് പോവാൻ. എനിക്ക് പേടി. അവിടെ മറ്റേ ഒരു മന്ത്രം ഉണ്ടല്ലോ, അർജുന പൽഗുണ വാർത്ത സാരഥി. ഞാനും കൂടെ നടത്തി. എവിടെ പോണം അമ്മി? കഷ്ടമില്ല. ആവശ്യമില്ലാത്ത ഓരോന്ന് ചെയ്ത് ഓരോന്നിനെ വിളിച്ചു വരുത്തി ചേച്ചി, പ്രേതം നമ്മളെ പിടിക്കോ? ഇല്ലടി, പ്രേതം എങ്ങനെയാണ് നമ്മളെ പിടിക്കുന്നത്? നീ കിടന്ന് ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കാതെ. ഈ രാമനാഥൻ നാഗവല്ലിയൊക്കെ എന്തിനാണ് ഇങ്ങോട്ട് കയറി വന്നേ? ഇത്രയും നാളെ എനിക്ക് ഈ പ്രേതങ്ങളൊന്നും വിശ്വാസമില്ലായിരുന്നു. ദുർഗാഷ്ടമി ആയിരിക്കോ? ഇന്ന് ദുർഗാഷ്ടമി ആയിരിക്കോ? അതിനടി ചേച്ചി സൗണ്ട് കേൾക്കുന്നത്. അയ്യോ, അച്ഛൻ്റെ അമ്മയുടെ റൂമിൽ നല്ല ശബ്ദം. അയ്യോ, എന്റെ അച്ഛനും അമ്മ എന്തെങ്കിലും അവർ ചെയ്യൂ. ദൈവമേ, അവര് ബോധമില്ലാതെ കിടന്ന് ഉറങ്ങുന്നുണ്ടായിരിക്കും. അവരടുത്തോട്ട് പ്രേതം വന്നു. നമുക്കേ ഒന്ന് തട്ടി നോക്കിയാലോ? പാട്ടൊക്കെ കേക്കാടി. ഇതെന്തോന്ന് പ്രേതങ്ങളുടെ സംസാരം തമ്മിലുള്ളൂ? ശരിയാണല്ലോ, ഇതൊന്നൊന്നല്ലേ? വാ മുട്ട മുട്ട. എന്താണ് റിയാക്ഷൻ നോക്കാം. ബാ എന്നെ പിടിച്ചോ. വേണോടി? நான் தான் பிங்கி. எதுக்கு வந்த? உன்னை பார்க்கறதுக்கு. ஐயோ நாயே, உனக்கு எவ்வளவு தைரியம் இருந்தா இப்பவே என் கண் முன்னாடி வந்து நிற்ப? ஐயோ நாகவல்லி, நாகவல்லி, അങ്ങനെ ചോദിച്ചാ അറിഞ്ഞൂടാ. தெரியாது தெரியாது. இன்னைக்கு துர்காஷ்டமி, உன்னை நான் கொன்னு ஒரு ரத்தத்தை குடிச்சு ஓங்கார வரநடுவேன். Pinky.
ഹലോ നോക്ക്. എന്റെ ശബ്ദം കേട്ട് നിങ്ങക്ക് മനസ്സിലായില്ലേ? എടി അമ്മ ഒന്ന് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ഇത് ചെയ്തതല്ലേ? നിങ്ങൾക്കൊക്കെ എന്താ ഭ്രാന്താ? നിങ്ങളാണോ മാടമ്പള്ളിയിലെ രാമനാഥന് നാഗവല്ലി? ഈ പാതിരാത്രി നിങ്ങൾക്ക് വേറെ ജോലിയില്ലേ? ചെലം കേട്ട് ആടാൻ കണ്ടിരിക്കുന്ന സമയം. അച്ഛനൊരു ആഗ്രഹം, ഞാൻ ചെലങ്കിട്ട് ഡാൻസ് ചെയ്യണ കാണുന്നു. അച്ഛൻ എനിക്കിന്ന് വാങ്ങിച്ചോണ്ടെന്ന് ചെലങ്ക. ഇപ്പൊ ഞങ്ങൾ 2 ശവം കണ്ടേരാ നിങ്ങൾ എല്ലാരും കൂടി. ആരുടെ? ഞങ്ങളെ ഇത്ര പേടിയാ? പിന്നെ ഈ രാത്രി ശബ്ദം കേട്ട് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളെ സന്തോഷിക്കാം, തുളിച്ചാടാ ഞങ്ങൾ. എടി അതെ, അമ്മയ്ക്ക് ചിലങ്ക വാങ്ങിച്ചിട്ട് കൊടുത്തിട്ട് പറഞ്ഞു നീ ഒന്ന് പ്രാക്ടീസ് ചെയ്യാൻ കാണട്ടെന്ന് പറഞ്ഞു. ആ സൗണ്ട് ആണ് നിങ്ങൾ കേട്ടത്. പക്ഷെ നിങ്ങൾ പറയാൻ വിട്ടുപോയി. വിട്ടുപോയത് നന്നായി കേട്ടോ. രാവിലെ എണീക്കത്തില്ലായിരുന്നു. റൊമാൻസ് കളിക്കാൻ പറ്റിയ സമയം. നിങ്ങൾക്ക് ഈ രാത്രി കിട്ടിയുള്ളൂ ഈ റൊമാൻസ് കളിക്കാൻ ചലങ്കി കെട്ടിക്കൊണ്ട്? അതിനെന്ത്? എന്റെ അച്ഛനൊരു ആഗ്രഹം തോന്നി ഞാൻ സാധിച്ചു കൊടുത്തു, ചെലങ്കേട്ട് ഡാൻസ് ചെയ്യണമെന്ന്. ചിരിക്കണോ? മതി മതി, ചെല്ലേ പോയി കിടന്ന് ഉറങ്ങാൻ നോക്കും. ഞങ്ങളുടെ ഉറക്കം കളഞ്ഞിട്ട് ആ പോയി ചെന്ന് ഉറങ്ങാനാ? ഓ ഞങ്ങക്ക് പ്രാക്ടീസ് ചെയ്യണം പറ്റും. ഞങ്ങളുടെ മുമ്പിൽ പ്രാക്ടീസ് ഞങ്ങൾ കണ്ടു ഉറക്കം പോയി. ഒരു കാര്യം ചെയ്യ മണി, നീയേ അങ്കനന്മാർ അതൊന്ന് കാണിക്കും. ഡാൻസ് ചെയ്യാൻ എനിക്ക് നമ്മളാണ് ഒന്ന് കളിമണി കാണിച്ചോളൂ മണി, പിള്ളേരെ ആഗ്രഹമല്ലേ. എന്ത് പാതിരാത്രിക്ക് ഇവിടെ ഞാൻ നാട്ടുകാരെ കൂടെ വിളിച്ചിട്ട് ടിക്കറ്റ് വെച്ചു. മണിക്കുട്ടി നീ ഒന്ന് കാണിച്ചോളൂ മണി, അവരുടെ ആഗ്രഹം. പാട് ഞാൻ പാടില്ല, നീ കൊണ്ട് കളിച്ചാ. ഇപ്പൊ കേട്ടോ, മണി ദൂരെ പോകാതെ ഒരു സ്റ്റെപ്പെങ്കിലും കാണിച്ചു. അങ്കനമാർ മൗലി മണി പാട്. ഞാൻ പാടാം 1 2 3 സ്റ്റാർട്ട്. അങ്കനമാ മൗലി